വേരിയൻറ്റിനകത്ത് ഡീസൽ വേരിയൻറ്റിനും കൂടെ ഓട്ടോമാറ്റിക് വരാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ അത് വന്നിട്ടില്ല. ഗായ്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ താക്കോല്. ഹലോ എം ജി, ഓപ്പൺ സൺറൂഫ്. എനിക്ക് തോന്നിയത് ഒരു പോരായ്മയായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ ഗായ്സ്, സിറ്റ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗായ്സ് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മുടെ അടുത്ത് നിന്നുള്ളത് 2021 മോഡലിലെ MG ഹെക്ടർ ആണ്. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാം. അപ്പോൾ സമയം കാണാൻ നേരം നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഗായ്സ്, അപ്പം റിവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഇതിൻ്റെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക ലുക്കാണിത്. കണ്ടോ, നമ്മളെന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണെടുക്കാൻ തോന്നത്തില്ല, അതുപോലത്തെ ഒരു ലുക്കാണ്. ഈ ഒരു കളറിന് പറയുന്നത് ബർഗണ്ടി റെഡ് എന്നാണ്, അല്ലെങ്കിൽ കോഫി റെഡ് എന്നും പറയും. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കളറാണ്. അപ്പം ലുക്ക് നോക്കി കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ LED കൂടി ഒരു ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ. കേട്ടോ, ഈ ഒരു ഭാഗത്ത് LED ആണ് വരുന്നത്. ഹെഡ്ലൈറ്റ് പോലെ തോന്നും, പക്ഷേ ഇവിടെ അല്ല ഹെഡ്ലൈറ്റ് വരുന്നത്. ഹെഡ്ലൈറ്റൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. രണ്ട് അടിപൊളി പ്രൊജക്ടറാണ്. ഭയങ്കര ബ്രൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല ഇലുമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിൽ. ഇവിടെ ചെറിയൊരു ലൈറ്റ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ അതുപോലെ സെയിം ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ MGയുടെ വലിയൊരു ബാഡ്ജിങ് ആണ്. മോറിസ് ഗാരേജ് എന്നാണ് ഈ ഒരു MGയുടെ ഈ ഒരു ഇത് പറയുന്നത്. പിന്നെ ഈ ഒരു മോറിസ് ഗാരേജ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് UK ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. പിന്നെ അത് ഇപ്പം ചെയ്യുന്നത് ചൈനീസ് നിർമ്മാതാക്കളാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ അടിപൊളി ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു സൈസായിട്ടുള്ള ഗ്രില്ലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഇത്രയൊക്കെയാണ് ഈ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു സൈസ്. പിന്നെ നമ്മൾ 2020 MG ഹെക്ടർ വെച്ച് നോക്കുമ്പോഴത്തേനും അലോയുടെ സൈസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. നേരത്തേക്കാൾ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. 18 ഇഞ്ചാണ് ഇപ്പോൾ അലോയുടെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ടയറിൻ്റെ സൈസും കൂടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടി കയറാൻ വേണ്ടി, അത് നേരത്തെ ഇല്ലായിരുന്നു. വരുന്ന സ്റ്റോക്കായിട്ട് വരുന്ന വണ്ടികളിലൊക്കെ ഈ ഒരു സംഭവം ഇല്ല, അത് രണ്ടാമത് സെറ്റ് ചെയ്തതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചവിട്ടി കയറാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് വെച്ചേക്കുന്നത്. പക്ഷേ അത് ഗ്രൗണ്ട് ക്ലിയറൻസിനെ നന്നായിട്ട് ബാധിക്കും. നമ്മളിപ്പോൾ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടിയൊക്കെ തട്ടാനായിട്ടുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മളിപ്പം ബാക്കിലേക്ക് വരുവാണെങ്കിൽ, ബാക്കിൽ ഇവിടെയാണ് നമ്മുടെ പെട്രോൾ ഫില്ലൊക്കെ വരുന്നത്. ഗൈസ്, നമുക്ക് പറയാൻ വിട്ടു, ഇത് പെട്രോളാണ്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് CC എന്ന് പറയുന്നത് 1400 സംതിങ് ആണ് അതിൻ്റെ CC. ഇപ്പോൾ ഡീസൽ എഞ്ചിൻ വരുമ്പോഴത്തേന് കുറച്ചുകൂടി CC കൂടെ 1900 സംതിങ്, അതായത് 2000 CCക്ക് അടുത്ത് വരും. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഗൈസ് അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നല്ല LED കൂടിയ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ഇൻഡിക്കേറ്റർ ഇതിലോട്ട് ചേർന്നാണ്. ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെയാണ് ഈ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലും MGയുടെ ഒരു വലിയൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ പേര് വരുന്നത്, ഹെക്ടർ. അപ്പം ഇത് 5 സീറ്ററാണ്. അപ്പം ഹെക്ടർ പ്ലസ് വരുന്നുണ്ട്. ഹെക്ടർ പ്ലസ് വരുമ്പോഴത്തേന് 7 സീറ്ററാണ്. MG ഹെക്ടർ പ്ലസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബൂട്ട് സ്പേസ് പറയും. അപ്പോഴത്തേന് MG ഹെക്ടർ എന്ന് പറയുന്നത്, ഹെക്ടർ പ്ലസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 താഴെയുള്ള ബൂട്ട് സ്പേസ്. ഇതിനകത്താകുമ്പോഴത്തേനും കുറച്ചുകൂടി ബൂട്ട് സ്പേസ് ഏകദേശം 500 കൂടുതൽ നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ബാക്കിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ സൈഡിൽ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് എനിക്കൊരു പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വെറുതെ എന്താ പറയുക, അവരുടെ കമ്പനി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ എനിക്ക് തോന്നി. ജസ്റ്റ് ഒരു ബാഡ്ജിങ് ഉണ്ട് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് അത്ര തോന്നിയില്ല. പിന്നെ ഈ ഒരു സൈഡിൽ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡിലാണ് നമ്മുടെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സൗണ്ടൊക്കെ പറയുവാണെങ്കിൽ നമ്മുടെ പഴയ MG വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ചുകൂടെ എന്താ പറയുക, സ്മൂത്ത് ആയിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് ആയാലും ഓടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട് എഞ്ചിനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, പറയാൻ വിട്ടുപോയൊരു സംഭവമാണ്. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വൈപ്പർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ മഴയുടെ ആ ഒരു ശക്തി അനുസരിച്ചിട്ട് ഇത് വൈപ്പറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിക്കോളും. ആ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ആയിക്കോളും. ഗായ്സ്, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടൊന്ന് സംസാരിക്കാം. ഗായ്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ താക്കോല്. നമുക്ക് ഇതിൽ വരുന്നത് ജസ്റ്റ് ലോക്കാണ്. ലോക്ക് പിന്നെ നമ്മുടെ ബോട്ട് സ്പേസ്, അതായത് ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സംഭവം മാത്രമാണ് വരുന്നത്. ജസ്റ്റ് താക്കോല് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് കാണിച്ചു തരാം. ആണ് മിററൊക്കെ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും ഗൈസ്. അല്ലെങ്കിൽ കാർ ഇപ്പോൾ ലോക്ക് ആണെങ്കിൽ നമ്മൾ താക്കോൽ കൈ പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഞെക്കിക്കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തും കയറാം. ജസ്റ്റ് നമുക്കിനി കയറി ഇരുന്നിട്ടൊന്ന് സംസാരിക്കാനത്. ഗായ്സ്, നമ്മളപ്പോൾ ഇതിനകത്ത് കയറി അടിപൊളി ലുക്കാണ്. 23.5 ലക്ഷം രൂപയുടെ വണ്ടിക്കുള്ളിലാണ് നമ്മളിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, ബാക്കിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ്, സെറ്റപ്പായിട്ടാണ് ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സീറ്റിൻ്റെ ക്വാളിറ്റി പിന്നെ പറയാൻ വേണം, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ലെതർ ക്വാളിറ്റിയൊക്കെ വരുന്നത് അടിപൊളിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഒരു ഹാർഡ്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മീഡിയം ലെവൽ ഹാർഡ്നെസ് ആണ് വരുന്നത്. 2 സൈഡ് ഫുൾ സൈഡിലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു കംഫർട്ടാണ് തരുന്നത്. ഗൈസ്, അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ MGയുടെ ഒരു
എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓണാക്കുമ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ്, ഇങ്ങനെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു സ്പീഡോമീറ്ററിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിന്നെ ഇവിടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇനി ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിക്കുന്നു. ഗൈസ് ഇവിടെയാണ് നമ്മുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പീഡോമീറ്ററിലെ ഇതെല്ലാം മാറും, അതിന് വേണ്ടിയാണ്. പിന്നെ ഇവിടെ ഓക്കെ ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ വോളി അപ്പ് ആൻഡ് ഡൗൺ, അതായത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ളത്, അത് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 10.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐപാഡൊക്കെ ഇരിക്കുന്ന പോലെ തോന്നും, കണ്ട അടിപൊളി സംഭവം. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് AC-യുടെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്വിച്ചും കാര്യങ്ങളും. അതായത് ഗ്ലാസ്സിലേക്ക് എന്താ പറയുക, ഹീറ്റൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമ്മുടെ പവർ ഓൺ ഓഫ്, ഇത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തിരിക്കുന്ന പോലെ തോന്നും, പക്ഷേ അങ്ങനെ വേണമായിരുന്നു, പക്ഷേ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക സ്പീക്കറിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചെയ്യുന്ന സംഭവം. പിന്നെ AC-യുടെ ഒക്കെ സെറ്റപ്പ് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഹസാർഡ് സ്വിച്ച്, അതായത് ഫോർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഡോറിൻ്റെ ആ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു സെറ്റപ്പാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ലെതറിൻ്റെ ആണ് സെറ്റപ്പാണ് വരുന്നത്, നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഹാൻഡ് റെസ്റ്റ് ഒക്കെ ചെയ്യാൻ അടിപൊളി സംഭവമാണ്, സൂപ്പറാണ് കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് ഇവിടെ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. മിറർ ഓപ്പൺ ചെയ്യാനും ഉണ്ടോ, മിറർ ഓപ്പൺ ക്ലോസ്. പിന്നെ നമ്മുടെ മിറർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളത്, പിന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ച്, പിന്നെ ഫ്യൂവലിൻ്റെ, അതൊക്കെ നമ്മുടെ നോർമൽ കാറിനകത്തൊക്കെ വരുന്ന പോലെ തന്നെ. പോരായ്മയായിട്ടൊന്നും പറയാനായിട്ടില്ല. ചെറിയൊരു പോരായ്മ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വേരിയൻറ്റിന് മാത്രമേ ഈ ഒരു ഓട്ടോമാറ്റിക് വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക്കാണ്. അപ്പം ഇതിനകത്ത് ഡീസൽ വേരിയൻറ്റിനും കൂടെ ഓട്ടോമാറ്റിക് വരാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ അത് വന്നിട്ടില്ല. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു ഹാൻഡ് റെസ്റ്റ് പോലെ നമുക്ക് റെസ്റ്റ് എടുത്ത് പോകാൻ വേണ്ടി, കൈയൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് പോകാൻ വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഹാൻഡ് ബ്രേക്ക് വരുന്നില്ല, നല്ല ആ ഒരു ലിവറില്ലേ, ആ ലിവറല്ല വരുന്നത്. ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ P എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ബ്രേക്ക് എവിടെ ശേഷം ഈ ഒരു സംഭവത്തെ സ്വിച്ച് ഇട്ട്, അതായത് പാർക്ക് ഇട്ടാൽ മതി. പാർക്ക് ഇടുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ബ്രേക്കും ആയിക്കോളും, അങ്ങനെ സെറ്റപ്പാണ്. പിന്നെ ഇവിടെ ABS-ൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗൈസ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 360 ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഞെക്കി കഴിയുമ്പോഴത്തേനും ഇവിടെ കണ്ടോ, നമുക്ക് വണ്ടിയിൽ എന്താ പറയുക ഫുള്ള് ആ ഒരു വ്യൂ കാണാം. നമുക്ക് ഫുൾ സൈഡിൽ നമ്മുടെ വണ്ടിക്ക് ചുറ്റും എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ കാര്യങ്ങൾ ഫുൾ ആ ഒരു ചെക്ക് സറൗണ്ടിങ്സ് ഫോർ സേഫ്റ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അടിപൊളി സംഭവം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരുമാണ് പേഴ്സണലി. പിന്നെ നമ്മുടെ സ്പീക്കേഴ്സ് പറയാൻ വിട്ടു, നമ്മുടെ JBL ഇൻഫിനിറ്റിയുടെ ആ ഒരു സ്പീക്കേഴ്സാണ്. മാരകീടി എന്ന് പറഞ്ഞാൽ മാരകീടിയും കാര്യങ്ങളും, അതായത് ഭയങ്കര ബാസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ്, പെർഫെക്റ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പം പാട്ടിടുന്നില്ല, പാട്ടിട്ട് കഴിഞ്ഞാൽ അഥവാ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പാട്ട് ഇടാത്തത്. പിന്നെ ഇത്രയൊക്കെയുള്ള നമ്മൾ കയറി ഇരിക്കുമ്പോൾ ഉള്ള സംഭവങ്ങൾ. ഗൈസ് അപ്പോൾ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാം. നമ്മൾ വേറെ മറ്റുള്ള വണ്ടികളൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ലിവർ പൊക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രഷർ കൊടുക്കേണ്ട കേസൊന്നും വരുന്നില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് താക്കുവാണെങ്കിൽ ഇതുണ്ടോ, ജസ്റ്റ് ഞാൻ താഴുന്നുണ്ട്. ജസ്റ്റ് മുകളിലോട്ട് പോക്കുവാണെങ്കിൽ എൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ജസ്റ്റ് പുറകിലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ചുണ്ടോ, കുന്നിനുള്ള സീറ്റ് പുറകിലോട്ട് പോകുന്നു. മുകളിലോട്ടാക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ മുകളിലോട്ടാക്കുമ്പോഴത്തേനും ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ടാക്കും. ഇത്രയേ ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് മുന്നിലേക്ക് ആക്കുന്നത് ആരും വിട്ടു, മുന്നിലേക്ക് ആക്കുന്നത് ജസ്റ്റ് ഇതിങ്ങനെ മുന്നേക്ക് ആക്കിയാൽ മതി. നമ്മുടെ സീറ്റ് മുന്നേക്ക്, അതായത് നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. അതായത് നമ്മുടെ കാലിൻ്റെ ലെങ്തോ അല്ലെങ്കിൽ നമ്മുടെ നീളം അനുസരിച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയ കാര്യമാണ്. അതായത് ഫ്രണ്ടിലെ 2 സീറ്റും വെൻറ്റിലേറ്റഡാണ്. അതായത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു സീറ്റിൽ നിന്ന് AC വരുന്ന ഒരു സംഭവം. അതായത് ഇവിടെ നിന്ന് AC വരുന്നതല്ല, സീറ്റിൽ നിന്ന്, അതായത് ഓടിക്കുന്ന ആൾ അല്ലെങ്കിൽ തൊട്ടിപ്പുറം ഇരിക്കുന്ന ആളുടെ കംഫർട്ട് അനുസരിച്ചിട്ട്. ഇപ്പം ഓടിക്കുന്ന ആൾക്ക് തണുപ്പ് വേണമെന്ന് വെച്ചു, ഇപ്പോൾ തൊട്ടപ്പുറം ഇരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ചൂടായിരിക്കും വേണ്ട. അപ്പോൾ അതനുസരിച്ച് മാറ്റാം, സീറ്റിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൺഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടി ഒരു ട്രേ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ വേറെ വലിയ വണ്ടികളിലൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് സൺഗ്ലാസ് വെക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ വെയിലടിക്കാതിരിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു മിറർ വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ ജസ്റ്റ് ഒരു മിററും അവിടെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മേളിലാണെങ്കിൽ സൺറൂഫ് ഉണ്ട്. ഗൈസ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്, അതായത് വോയിസ് കമാൻഡ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി, ഹലോ MG എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, MG അതിനുള്ള എല്ലാം സെറ്റപ്പ് ആക്കി തരും. അതായത് ഒന്നെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, സ്റ്റിയറിങ്ങിൽ തന്നെ സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഞെക്കിയിട്ട് നമ്മൾ പറയുക, അല്ലെങ്കിൽ ജസ്റ്റ് ഹലോ MG എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാമേ. ഹലോ MG, I'm listening. Open sunroof.
സൺറൂഫ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു നോക്കാം. ഹലോ എം ജി. Yes. ക്ലോസ് സൺറൂഫ്. അവിടെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി, സെറ്റപ്പായിട്ട് ആയിക്കോളും എല്ലാ കാര്യങ്ങളും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കാം. ഹലോ എം ജി. Hi, how can I help? ഓപ്പൺ വിൻഡോ. Okay, window on drive side is open. നമ്മുടെ റൈറ്റ് സൈഡിലെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഹലോ എം ജി. Yes. ക്ലോസ് വിൻഡോ. Window on drive side is closed. ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ജസ്റ്റ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഒത്തിരി ഫീച്ചേഴ്സ്, ഒത്തിരി എന്താ പറയുക, സൗണ്ട് കമാൻഡ്സ് കാണാം. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മൾ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡിൽ കയറി ഇരുന്നിട്ട് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്കിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സീറ്റിൽ വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ 5 സീറ്റർ നോക്കുവാണെങ്കിൽ അത് 2 സ്പ്ലിറ്റ് സീറ്റ് ആയിരിക്കും, ബക്കറ്റ് സീറ്റ്സ് ആയിരിക്കും വരുന്നത്. അതായത് അവിടെ ഒരു സീറ്റ്, ഇവിടെ ഒരു സീറ്റ്, ഇതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ 2 സീറ്റ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ ബാക്കിൽ എന്താ പറയുക, ചെറിയ പിള്ളേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ, അത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇരിക്കുക. എനിക്ക് എൻ്റെ മുട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല, ഇടിക്കുന്നൊന്നുമില്ല, നല്ല രീതിയിൽ കാറൊക്കെ നിവൃത്തിയൊക്കെ വെക്കാം, ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5'7" ആണ്, അതായത് 171 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് നോക്കി എൻ്റെ തല ഇതൊക്കെ മുട്ടുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, നൈസായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്നത്, പിന്നെ നമ്മുടെ ബാക്കിൽ വെന്റിലേറ്റഡ് സീറ്റ് അല്ല കേട്ടോ, നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഫ്രണ്ടിൽ മാത്രമേ വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ എ സിയുടെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എ സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഇവിടെ നമ്മുടെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ, ഇവിടെ ജസ്റ്റ് ഒരു ലിവർ ഉണ്ട്, സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ആക്കി ജസ്റ്റ് ഒന്ന് പൊക്കിയൊക്കെ വെക്കാം ഇതുപോലെ. പിന്നെ ഇത് നമ്മുടെ ഹെക്ടർ പ്ലസ്, അതായത് 7 സീറ്റർ ഹെക്ടർ പ്ലസ്സിൽ വെച്ച് നോക്കുമ്പോഴത്തേന് ബോർഡ് സ്പേസ് ആണ് കൂടുതൽ. പിന്നെ ഒരു 7 സെൻറ്റിമീറ്ററും കൂടെ കുറച്ചുകൂടെ നീളം വരുന്നുണ്ട് ഹെക്ടർ പ്ലസ്സിന്. അപ്പം അതൊക്കെയാണ് ഈ ബാക്കിൽ വരുന്നത്. പിന്നെ സ്പീക്കേഴ്സ് വരുന്നത്, ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സ് ബാക്കിൽ ഈ ഒരു സൈഡിലും പിന്നെ ഈ ഒരു താഴെയും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെയും വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ, അത്രയൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡിൽ വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ വിൻഡോ ഓപ്പൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ബാക്കിലെ സ്പേസ് ഉണ്ടോ, ഇത്രയാണ് ബാക്കിലെ സ്പേസ്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ലൈറ്റ് വരുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ 2 സൈഡിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്വാളിറ്റി, ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നല്ല അടിപൊളി ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ജസ്റ്റ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് തൊട്ടും കൂടെ നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ജസ്റ്റ് നമ്മുടെ തലയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എം ജി തന്നെ തരുന്ന ഒരു പില്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഇനിയും ബാക്കിലെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്കിലേക്ക് വരുമ്പോഴത്തേന് ഇതാണ് ഒരു സെറ്റപ്പ്. അപ്പം ഇവിടെ ബോട്ട് സ്പേസ് ജസ്റ്റ് ഞാൻ ഓണാക്കി കാണിച്ചു തരാം, തുറന്ന് കാണിച്ചു തരാം ഡിക്കി. അപ്പം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഞെക്കുമ്പോഴത്തേന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഓപ്പൺ ആയി വരും. നമ്മളൊന്നും ചെയ്യേണ്ട, തനിയെ ഓപ്പൺ ആയിക്കോളും. ഇതാണ് ഇതിൻ്റെ ഒരു സ്പേസ് കേട്ടോ. നമ്മൾ ഹെക്ടർ പ്ലസിനെ വെച്ച് നോക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ സ്പേസ് കൂടിയിട്ടുണ്ട്. ഹെക്ടർ പ്ലസ് വരുമ്പോഴത്തേന് ഹെക്ടർ പ്ലസിനകത്ത് കുറച്ചുകൂടെ എന്താ പറയുക, ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ബൂട്ട് സ്പേസ് കുറയും. ഏകദേശം ഒരു 200 പറ്റത്തുള്ളൂ വെക്കാനായിട്ട്. ഇതിനകത്താകുമ്പോൾ നമുക്ക് 500 മേളിൽ സ്പേസ് ഉണ്ട്, വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് താക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഉണ്ട്, ജസ്റ്റ് അത് ഞെക്കിയാൽ മതി കേട്ടോ. ഞെക്കുമ്പോഴത്തേന് താക്കും. അതേ തന്നെ നമുക്കിപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഞെക്കുവാണെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡിക്കിയുടെ സെറ്റപ്പ്. ഒന്നുകൂടെ ഞെക്കുവാണെങ്കിൽ അത് ജസ്റ്റ് മേലോട്ടാവും, ഒന്നുകൂടെ ഞെക്കുവാണെങ്കിൽ ജസ്റ്റ് താഴോട്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡിക്കിയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ എം ജിയുടെ ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, മോറിസ് ഗ്യാരേജസ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു പുറമേ ഉള്ള ലുക്ക്, മൊത്തത്തിൽ നോക്കുമ്പോൾ ലുക്ക്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു കോണ്ടിനെൻ്റലിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ മഴയത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ഒരു ഗ്രിപ്പ്, ഒരു എന്താ പറയുക, റോഡും വണ്ടിയായിട്ടുള്ള ഒരു കോൺടാക്റ്റ് ഉണ്ടല്ലോ, അത് കുറയുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടയേഴ്സ് ഒന്ന് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും, നിങ്ങൾ കൂടുതൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വണ്ടിയുടെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ എം ജിയുടെ ഒരു ബോണറ്റ് തുറക്കുമ്പോൾ സെറ്റപ്പ് തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം കാര്യമായിട്ടൊന്നുമില്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഈ ഒരു എഞ്ചിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ ടെർബോ എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 1490 cc ആണ് വരുന്നത്, 141 bhp ആണ് വരുന്നത്, 250 ടോർക്കും വരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ എഞ്ചിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളുണ്ടോ. ഇവിടെയൊക്കെ ജസ്റ്റ് ഫുൾ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ നടുക്ക് ചെറിയൊരു എഞ്ചിൻ്റെ സെറ്റപ്പ്. അതായത് കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അലമ്പോ കാര്യങ്ങളൊന്നുമില്ല, നല്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബോണറ്റിൻ്റെ സൈഡ് വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെയാണ് റേഡിയേറ്ററിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഹീറ്റ് ആവണമെങ്കിൽ കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെയാണ്. പിന്നെ നമ്മുടെ വൈപ്പറിന് വേണ്ടിയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ള ഈ ഒരു സെറ്റപ്പ് വരുന്നത് ഗായ്സ്. അപ്പോൾ നമ്മുടെ MG ഹെക്ടറിൻ്റെ ഓണറാണ് ഇവിടെ ഉള്ളത്, ഡിബിൻ എബ്രഹാം, നമ്മുടെ സ്വന്തം ബ്രോയാണ്. അപ്പോൾ ഓണർ എന്ന നിലയ്ക്ക് വണ്ടി നല്ല സ്പേഷ്യസ് ആണ്, വലിയ വണ്ടിയാണ്, XUV ഒക്കെയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു വണ്ടി എടുത്തിട്ട് നല്ല ഇതാണ്. ആണോ? ഓഫ് റോഡൊക്കെ കൊണ്ടുപോയോ? ഓഫ് റോഡൊന്നും പോയിട്ടില്ല, ഓഫ് റോഡ് പോകാൻ പറ്റിയ വണ്ടി അല്ല. ആണോ? ഓക്കെ. സിറ്റി റൈഡ് അങ്ങനെ അത്യാവശ്യം നല്ലൊരു ആണോ? മൈലേജ് ഒക്കെ മൈലേജ് ഇപ്പം കമ്പനി 15 പറയുന്നത്. ഒരു 10, 13, 12, 13 പെട്രോൾ ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഗായ്സ്. അപ്പോൾ പെട്രോൾ ആയതുകൊണ്ട് മൈലേജ് നന്നായിട്ട് കുറയുന്നുണ്ട്. ഡീസൽ വേരിയൻറ്റ് വരുന്നുണ്ട്. ഡീസൽ വേരിയൻറ്റിനകത്ത് ഓട്ടോമാറ്റിക് വന്നിട്ടില്ല, അപ്പോൾ അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം പിന്നെ എന്തൊക്കെ ഇതാണ് തോന്നിയിട്ടുള്ളത്? വണ്ടി നല്ല സ്പേഷ്യസ് ആണ്, നല്ല എന്തോ ഒരു വണ്ടിയുടെ ലുക്ക് തന്നെ ഒരു ആണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണ്. പിന്നെ ഈ വേറെ കളർ വേരിയൻ്റ് ഒക്കെ ഫുള്ള് ഇന്റർനെറ്റ് ഇൻസൈഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ്, വണ്ടിക്കകത്ത് ഇൻ്റർനെറ്റ് ഉണ്ട്, ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ വേറെ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. 3 വർഷത്തേക്കിന് നമ്മൾ നോക്കേണ്ട, വണ്ടി എടുത്തതിന് ശേഷം 3 വർഷത്തേക്ക് കഴിഞ്ഞ് നോക്കേണ്ട. പിന്നെ 3 വർഷത്തിന് ശേഷം ഒരു 700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ അടുത്തൊരു 3 വർഷത്തേക്കിന് സെറ്റപ്പ് ആക്കി തരും. അപ്പോൾ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല യൂസ്ഫുള്ളും കാര്യങ്ങളൊക്കെ ആണല്ലേ, മാപ്പും കാര്യങ്ങളും പിന്നെ നമ്മുടെ വോയിസ് കമാൻഡും കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റ്. അപ്പോൾ ഓണർ നല്ല ഇത്തരം കാര്യങ്ങൾ വണ്ടിയെ പറ്റി പറയാനുള്ളൂ. വണ്ടി എത്രയായി മൊത്തം ഇറങ്ങിയപ്പോൾ? എത്ര രൂപയായിരുന്നു വണ്ടി? മൊത്തം 22-20 വണ്ടിയുടെ വില. പിന്നെ ഓൺ റോഡ് 23.5, 24 അടുത്ത്. ഇത് നമ്മുടെ ഫുൾ ഓപ്ഷൻ ആണോ വരുന്നത്? ഫുൾ ഓപ്ഷൻ പെട്രോൾ വേരിയന്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ MG ഹെക്ടറിൻ്റെ ഓണറിന് പറയാനുള്ള കാര്യങ്ങൾ. ഗൈസ്, ഇപ്പോൾ ഓടിക്കുന്ന സമയത്ത് വണ്ടി വളരെ സ്മൂത്താണ്. എന്താ പറയുക, നമുക്ക് ഒരു എടുക്കുന്ന സമയത്ത് ചെറിയൊരു ചാട്ടം ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ചാട്ടം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല, നല്ല സ്മൂത്തായിട്ട്. സ്റ്റിയറിംഗ് ഒക്കെ വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ഉണ്ട്. എനിക്കാണ് ഒരു 2 പേരിലുകൊണ്ട് തിരിക്കാവുന്ന രീതിയിലുള്ള സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ പിക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. എന്താ പറയുക, പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് നൈസായിട്ട് വണ്ടി മൂവ് ആവും. വളരെ സ്മൂത്താണ് ഓടിക്കുന്ന സമയത്ത്. നമ്മുടെ പഴയ MG വെച്ച് നോക്കുമ്പോഴത്തേക്കും എഞ്ചിൻ സൈഡൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഡീസൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ഒരു ഇനീഷ്യലി കുറയുന്ന ഒരു ഫീൽ തോന്നുന്നുണ്ട്. അല്ലാതെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് നല്ലൊരു സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ് ഓടിക്കുന്ന സമയത്ത് തോന്നിയത്. പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയാണ്. സർവീസ് കോസ്റ്റ് വരുന്നത് ഏകദേശം 6000 രൂപ വരുന്നുള്ളൂ. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്കിൻ്റെ ഒക്കെ ഒരു സർവീസ് കോസ്റ്റ് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്ററാണ്. പിന്നെ സെക്കൻഡ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 10000 കിലോമീറ്ററിലൊക്കെയാണ് സെക്കൻഡ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ എനിക്ക് തോന്നിയത് ഒരു പോരായ്മയായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ്. അപ്പോൾ സർവീസ് സെൻറ്റേഴ്സ് വളരെ കുറവാണ്. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ അടുത്തെന്ന് പറയുന്നത് ഏറ്റുമാനൂരേ ഉള്ളൂ. അപ്പം സർവീസ് സെൻറ്റേഴ്സിൻ്റെ എണ്ണം കൂടെ കുറച്ച്, അല്ലെങ്കിൽ ഷോറൂമിൻ്റെ എണ്ണം കൂടെ കുറച്ചുകൂടെ കൂട്ടുവാണെങ്കിൽ നൈസായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ ഈ സർവീസ് കോസ്റ്റും സർവീസിൻ്റെ കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. എനിക്ക് സ്റ്റിയറിംഗ് ഒത്തിരി പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മൂത്താണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത്, ജസ്റ്റ് ഒറ്റ തിരിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഓടിഞ്ഞ് കയറും വണ്ടി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു MG ഹെക്ടറിൻ്റെ റിവ്യൂവിനകത്ത് പറയാനുള്ളത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയാൻ വിട്ടുപോയ കാര്യമാണ്. സസ്പെൻഷൻ വളരെ നല്ല രീതിയിലുള്ള സസ്പെൻഷനാണ്. അതായത് ഒത്തിരി ഹാർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എന്നാലും ഒരു 60% സ്മൂത്തുള്ള രീതിയിലാണ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു MG ഹെക്ടറിൻ്റെ റിവ്യൂവിനകത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറുണ്ട്, അപ്പോൾ ഓണറിനോടും ചോദിച്ചാൽ മതി. ഓണറിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് ഇടുക. സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.